നല്ല ശബ്ദമായി. നമ്മുടെ വണ്ടിയുടെ ക്യാംവിയിൽ ബുഷൊക്കെ അടിച്ച് എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കേൾപ്പിക്കാം. അപ്പോൾ എന്നാലും ഒരു ശബ്ദത്തിലൊരു വ്യത്യാസമുണ്ട്. ഇപ്പം നമുക്കെന്തായാലും ഇതിൻ്റെ ഹെഡൊന്ന് ഇളക്കിയിട്ട് കനം കൂടിയ ഗ്യാസ്കറ്റ് ഇവിടെ ഇട്ട് നോക്കാം. ഇതിനകത്ത് കനം കൂടിയ ഗ്യാസ്കറ്റ് ഇടുമ്പോഴേക്ക് ശബ്ദം വ്യത്യാസം ഉണ്ടാകുമെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഹെഡ് ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെയായിരുന്നു പ്രശ്നം. അതായത് വാൽവ് ഈ ഭാഗത്ത് തട്ടുന്നുണ്ട്. ഈ ഭാഗത്തൊരു റൗണ്ട് കണ്ടില്ലേ, റൗണ്ട് ഷേപ്പ്. അപ്പോൾ അത് പിസ്റ്റൺ മുകളിലോട്ട് വരുമ്പോഴേക്കും വാൽവ് അതിൽ തട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ ഈ ഭാഗത്ത് പിസ്റ്റൺ അല്പം പൊങ്ങിയായിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ കനം കുറഞ്ഞ ഗ്യാസ്കറ്റ് ഇട്ട്, ഗ്യാസ്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെഡിൻ്റെ വാലിൻ്റെ അടിയിലുള്ള ഈ സാധനം, ഈ റിങ്, അത് തിക്നെസ് കുറഞ്ഞ റിങ്ങാണ് നമ്മൾ ഇട്ടിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ തിക്നെസ് ഉള്ള റിങ് ഇട്ടാലേ ഇത് സ്യൂട്ട് ആവത്തുള്ളൂ. അപ്പോൾ വാൽവിൻ്റെ തട്ടലും മറ്റു കാര്യങ്ങളൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായാലും സെയിം ഇതിൽ തന്നെ റിങ് മാറിയിട്ട്, അതായത് ഗ്യാസ്കറ്റ് റിങ് മാറ്റിയിട്ട് സംഭവമായിട്ട് സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ എൻ്റെ ഇരിക്കുന്നതാണ് ഗ്യാസ്കറ്റുകൾ. ഈ വലതുവശത്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഇട്ട് വരുന്ന കനം കുറഞ്ഞ ഗ്യാസ്കറ്റാണ്. നമ്മൾ ഈ ഗ്യാസ്കറ്റാണ് ഇതിലിടാൻ പോകുന്നത്, കനം കൂടിയത്. ഓക്കെ, ഇതിൻ്റെ മുകളിൽ ഈ ഭാഗത്ത് വരും. ഈ ഭാഗത്ത് ഇട്ട് സെറ്റ് ചെയ്യും. സുഹൃത്തുക്കളെ, നമ്മുടെ വണ്ടിയിൽ ഒരു ഗ്യാസ്കറ്റൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ നല്ല സൈലൻ്റ് ആണ്. കാണിച്ചു തരാം. വണ്ടി നല്ല ശാന്തമായി. അടിപൊളിയായി ശബ്ദം. നല്ല ശബ്ദമായി, കുഴപ്പമില്ല. നമ്മുടെ സ്റ്റാർട്ടിങ്ങുള്ള ശബ്ദം എങ്ങനെയാണ് പൊളിച്ച് കാണിച്ചത്. കാര്യമായിട്ട് അങ്ങനെ പവർ ഡ്രോപ്പൊന്നും ഇല്ല. ശബ്ദവും വളരെ വളരെ മിനിമമാണ്. പെട്രോൾ ബുള്ളറ്റാണെന്ന് പറയുന്നില്ല, എന്നാലും ശബ്ദം വളരെ കുറഞ്ഞു. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ശബ്ദമാണ്. വണ്ടി ഓടിക്കാൻ തോന്നുന്നുണ്ട് ഇപ്പോൾ. ഈ ശബ്ദമാണ് നമ്മുടെ വണ്ടിക്കുള്ളത്.